കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 785 സൂറത്തുൽ ഫുർഖാൻ ആയത്ത് 77 അവസാനത്തെ ആയത്ത് പേജ് നമ്പർ 1284. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും فقد كذبتم فسوف يكون لزاما. നബിയെ പറയുക, അതായത് താങ്കൾ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം. മാ യഅബഉ ബി ആബാഉകും, എൻ്റെ റബ്ബ് നിങ്ങളെ വിലക്കുകയില്ല. ലൗലാ ദുആഉകും, നിങ്ങളുടെ ദുആ അഥവാ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാക്കലാണല്ലോ തൗഹീദ്, ദീനിൻ്റെ അടിത്തറയാണത്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് നമസ്കരിക്കുമ്പോൾ ഫാത്തിഹയിൽ നാം പറയുന്നു. ആ പ്രതിജ്ഞ ദിവസത്തിൽ ചുരുങ്ങിയത് 17 പ്രാവശ്യം നാം പുതുക്കുന്നു. ഈ പ്രതിജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരാൾ ഇസ്ലാമിൽ പ്രവേശിക്കുന്നത്. നാം ദുർബലരാണ്, നമുക്ക് റബ്ബിൻ്റെ അനുഗ്രഹവും സഹായവുമില്ലാതെ ഒരു നിമിഷം പോലും നിലനിൽപ്പില്ല. അവനോട് പ്രാർത്ഥിക്കുക എന്നത് നിരന്തരമായ ഒരു പ്രക്രിയയാണ്, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ഒന്ന്. ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മുതൽ മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ, കഴിഞ്ഞു മടങ്ങുമ്പോൾ, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ, ഭക്ഷിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ, പുറത്തിറങ്ങുമ്പോൾ, എന്തിനധികം ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ പോലും പ്രാർത്ഥനകളും ദിക്റുകളും മതം പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ പ്രാർത്ഥന നിരതമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഓരോ ചലനവും. അതാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെ അള്ളാഹു പരിഗണിക്കുന്നത് എന്ന്. നിങ്ങളിൽ ചുരുക്കം ചിലർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായുള്ളത് കൊണ്ട് ഈ ലോകം ഇങ്ങനെ സുഖവും ദുഃഖവുമായി ഇടകലർന്ന് കഴിയുന്നു. അധികം പേരും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായിരുന്നുവെങ്കിൽ ഈ ലോകം ഇതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ടതാകുമായിരുന്നു. അർത്ഥസമ്പൂർണമായ ഒരു കവിതാ ശകലം ഉദ്ധരിക്കട്ടെ. അള്ളാഹുവിന് സാഷ്ടാംഗ പ്രണാമം ചെയ്തു വരുന്ന ചില വൃദ്ധജനങ്ങളും, അനാഥരായ മുലകുടിക്കുന്ന ചില ശിശുക്കളും, മരുഭൂമിയിൽ അവഗണിക്കപ്പെട്ട് മേഞ്ഞു നടക്കുന്ന കുറേ ജീവികളും ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യ സമുദായമേ, നിങ്ങളുടെ മേൽ അതികഠിനമായ ശിക്ഷ ഇറക്കപ്പെടുമായിരുന്നു. ഫഖദ് കദ്ദബ്തും, എന്നാൽ നിങ്ങൾ നിഷേധിച്ച് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഫസൗഫ യകൂനു ലിസാമ, അതിനാൽ അതിൻ്റെ ശിക്ഷ അനിവാര്യമായി തീരുന്നതാകുന്നു. അവൻ്റെ ശിക്ഷയിൽ നിന്ന് അവൻ നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഇതോടെ സൂറത്തുൽ ഫുർഖാൻ അവസാനിച്ചു.